ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 210ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. വീണ്ടും ലോക ക്രൈസ്തവ സമൂഹം ഒരു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നതിനാലാണ് ഈ നോമ്പിനെ വലിയ നോമ്പ് എന്ന് അറിയപ്പെടുന്നത്. ക്രൈസ്തവ സഭകളിൽ പല നോമ്പുകളുണ്ടെങ്കിലും ഈസ്റ്ററിന് മുന്നോടിയായി അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പിനെയാണ് വലിയ നോമ്പ് എന്ന് അറിയപ്പെടുന്നത്. നോമ്പിൻ്റെ സൊറിയാനി പദം റബ എന്നാണ്. വലിയ നോമ്പിന് സൗമ റബ എന്ന് പറയുന്നു. നോമ്പ് നാളുകളുടെ എണ്ണം വെച്ചും 50 നാളുകൾ. യേശു കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ നോമ്പിനുള്ള പ്രാധാന്യവും കണക്കിലെടുത്താണ് ഈ നോമ്പിനെ വലിയ നോമ്പ് എന്ന് വിളിക്കുന്നത്. വിവിധ ക്രൈസ്തവ പാരമ്പര്യങ്ങളിലെ വലിയ നോമ്പ് അനുഷ്ഠാനങ്ങൾ തമ്മിൽ പല സാമ്യങ്ങളും വ്യത്യസ്തതകളുമുണ്ട്. പൊതുവെ പറഞ്ഞാൽ നോമ്പെടുക്കുന്ന ദിവസങ്ങൾ, നോമ്പ് അനുഷ്ഠാന രീതികൾ, നോമ്പ് ദിന ആരാധനകൾ എന്നിവയിലൊക്കെ വ്യത്യസ്തതകളുണ്ട്. എങ്കിലും നോമ്പ് മനുഷ്യനെ കൂടുതലായി ദൈവത്തോട് ബന്ധപ്പെടുത്തുന്ന യഥാർത്ഥ അച്ചടക്കത്തിൻ്റെ സമയമായാണ് എല്ലാവരും കരുതുന്നത്. അതായത് യഥാർത്ഥ നോമ്പ് നമ്മുടെ അകമേയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം. അതുകൊണ്ടാണ് നോമ്പ് നാളുകൾ ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും അവസരമാക്കണം എന്ന് പറയുന്നത്. 2025 വലിയ നോമ്പാചരണം വെറും ഒരു സാധാരണ ആചരണ ആവർത്തനമായി തീരാതെ ശരിക്കും നമ്മുടെയൊക്കെ അകമയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം എന്ന ആഗ്രഹത്തോടെ കുരിശിലെ 7 തിരുമൊഴികൾ എന്ന വിഷയം ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. വലിയ നോമ്പിലെ ഏറ്റവും പ്രധാന ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് മുമ്പ് തീരത്തക്ക വിധത്തിൽ 7 എപ്പിസോഡുകളിലായി 7 തിരുമൊഴികൾ നമ്മുടെ ധ്യാനത്തിനായി ഉപയോഗിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി? സാധാരണയായി ഒരാളുടെ മരണസമയത്ത് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതായത് മരണമൊഴി എന്തായിരുന്നു എന്നറിയാനുള്ള വലിയ ഒരു താല്പര്യം. യേശു കാൽവറി ക്രൂശിൽ മരിക്കും മുമ്പ് 7 വാചകങ്ങൾ ഉരുവിടുകയുണ്ടായി. അവയെയാണ് കുരിശിലെ 7 തിരുമൊഴികൾ എന്നറിയപ്പെടുന്നത്. യേശുവിൻ്റെ തിരുഹൃദയം കവിഞ്ഞൊഴുകിയ ആ ദിവ്യ വചസ്സുകൾ ലോകത്തോടുള്ള യേശുവിൻ്റെ അന്ത്യ പ്രബോധനങ്ങളായിരുന്നു. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നത്, യേശു ലോകത്തെ മുഴുവൻ കാൽവറിയിലെ പ്രസംഗമേശയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നാണ്. ആ തിരുമൊഴികളെല്ലാം തന്നെ പ്രായോഗിക ആത്മീയ പാഠങ്ങൾ വെളിവാക്കുന്ന ദൈവശാസ്ത്ര തത്വങ്ങളായിരുന്നു. അമൂല്യങ്ങളായ അവയുടെ അന്തസ്സത്തെ വിശദീകരിക്കാൻ ഞാൻ പ്രാപ്തനല്ല എന്ന ബോധത്തോടെ ഈ നോമ്പുകാലത്തെ നമ്മുടെ ആത്മീയ തീർത്ഥയാത്രയ്ക്ക് ഉതകും വിധം, എന്നാൽ കഴിയും വിധം അവ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡുകളിലൂടെ. 1-ാം തിരുമൊഴി: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ്. ലൂക്കോസ് 23:34. ഈ 1-ാം തിരുമൊഴിയെ ക്ഷമയുടെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ഫൊർഗിവ്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. യേശുവിനെ ക്രൂശിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ അവൻ്റെ അലർച്ചയും നിലവിളിയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം സാധാരണയായി ഇത്തരം ക്രൂര ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർ അവരെ തന്നെയും അവരുടെ ജനന ദിവസത്തെയും അവരെ ജനിപ്പിച്ചവരെയും
അവരെ ശിക്ഷിച്ചവരെയും അവരുടെ ശിക്ഷ നടപ്പാക്കുന്നവരെയും ഒക്കെ ശപിക്കുകയും ചീത്ത വിളിക്കുകയും പ്രാകുകയും തുപ്പുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകളൊക്കെ വിളിച്ചു പറയുന്നതിനാൽ ചിലരുടെയൊക്കെ നാവ് മുറിച്ചു മാറ്റുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നൊക്കെ പഠിപ്പിച്ച് നടന്നവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ശാസ്ത്രിമാരും പരീശന്മാരും കാൽവറിയിൽ പോലും സന്നിഹിതരായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ നാവിൽ നിന്ന് വന്ന ആദ്യ വാചകം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ചന്ദനം പോലെയുള്ള മരങ്ങൾ അവയെ വെട്ടുമ്പോൾ സുഗന്ധം പരത്തും പോലെ കാൽവറിയിലെ മരക്കുരിശിൽ നിന്നും ഭൂമി മുഴുവൻ സുഗന്ധം പരത്തുന്ന ശാന്തവും മധുരതരവുമായ ഒരു പ്രാർത്ഥന ഒഴുകിയെത്തുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതികഠിനമായ പീഡകളേറ്റ് മണിക്കൂറുകൾ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ കഴിഞ്ഞ നാളുകളിലെ ജീവിതാനുഭവങ്ങളെല്ലാം യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഓരോ സംഭവങ്ങളെയും അതിലെ ഓരോ വ്യക്തികളെയും ഒരു തിരശ്ശീലയിൽ എന്നോണം താൻ കാണുകയാണ്. അപ്പോൾ ആരോട് ക്ഷമിക്കാനാണ് യേശു പ്രാർത്ഥിക്കുന്നത്? യേശു കടന്നുപോയ ചില അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. മത്തായി 26:1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് തൻ്റെ പ്രാണസ്നേഹിതരോട് തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ നിർവികാരികളായി കിടന്നുറങ്ങുന്നത് കണ്ട് മനസ്സ് തകർന്ന യേശു ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങളിൽ ഒപ്പം കാണുമെന്നും വേദന പങ്കിടുമെന്നും കരുതിയവർ നിർവികാരികളായി പെരുമാറുന്ന അനുഭവങ്ങളിൽ അവർക്ക് വേണ്ടി ഈ നോമ്പ് നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ യൂദ എന്ന സ്നേഹിതൻ ആരോടോ വിളിച്ചു പറയുന്ന ശബ്ദമാണ് യേശുവിൻ്റെ ചെവിയിൽ മുഴങ്ങിയത്. ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ. മത്തായി 26:48. 3.5 വർഷക്കാലം തൻ്റെ ഒപ്പം നടന്നവൻ, ഒരുമിച്ചുണ്ടും ഉറങ്ങിയും കൂടെ ജീവിച്ചവൻ, കേവലം 30 വെള്ളിക്കാശിൻ്റെ നേട്ടത്തിനായി തന്നെ ഒറ്റിക്കൊടുത്തത് ഓർത്ത് യേശു പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവൻ ചെയ്തത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവനോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കൂടെ നടന്നവരും വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ പോലും പങ്കുവച്ചവരുമായ സ്നേഹിതർ എന്ന് നാം കരുതിയവർ അവരുടെ ചെറിയ നേട്ടങ്ങൾക്കായി മനസ്സാക്ഷിയില്ലാതെ നമ്മെ ഒറ്റിക്കൊടുത്ത ജീവിതാനുഭവങ്ങളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ നോമ്പ് നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. അവിടെ വെച്ച് തന്നെ റോമാ പട്ടാളക്കാരോടൊപ്പം മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്ന് അവൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. മത്തായി 26:56. ഒപ്പം ഇരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടെ കാണും എന്ന് വാചകമടിച്ചവരും തക്ക സമയത്ത് തന്നെ വിട്ട് ഓടിപ്പോയവരുമായ ഓരോ സ്നേഹിതനെയും ഓർത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത രംഗങ്ങളിൽ
നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ച് ഒപ്പം നടന്ന് നമ്മുടെ ജീവിത വൈതരണികളിൽ നമ്മെ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞ ഓരോ സ്നേഹിതരെയും ഓർത്ത് ഈ നോമ്പ് നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. അവർ അവനെ നേരെ കയ്യാഫാവിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. അരമന മുറ്റത്ത് വെച്ച് ഒരു പടയാളി യേശുവിൻ്റെ കണ്ണ് തടിച്ചു. കൂടെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി. ഇപ്പോൾ യേശു അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്നറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ എത്രയോ ക്യാമ്പസുകളിലാണ് ഈ നാളുകളിൽ നിരപരാധികളായ നിസ്സഹായരായ വിദ്യാർത്ഥിനികളെ മനസാക്ഷിയുള്ളവർക്ക് വിശദീകരിക്കാനാവാത്ത വിധം എത്ര മൃഗീയമായാണ് റാഗിങ് എന്ന പൈശാചിക വിനോദത്തിൻ്റെ ഭാഗമായി പീഡിപ്പിച്ചത്, ചിലരെ കൊന്നുകളഞ്ഞത്. ഈ നോമ്പ് നാളുകളിൽ നമുക്ക് അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്നറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. യേശു നിരപരാധിയാണ് എന്ന് 100% ബോധ്യമുണ്ടായിരുന്നിട്ടും പീലാത്തോസ് എന്ന അധികാരി കൈ കഴുകി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ആ ഭരണാധികാരിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവൻ ചെയ്തത് ഇന്നത് എന്ന് അറിയായകൊണ്ട് അവനോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവിതങ്ങളിൽ ഇത്തരം ചില മേലധികാരികൾ അനീതിയാണ് ചെയ്യുന്നത് എന്ന് 100% ബോധ്യമുണ്ടായിട്ടും ചിലരെയൊക്കെ പ്രീണിപ്പിക്കാനായി നമ്മെ ക്രൂശിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ നോമ്പ് നാളുകളിൽ നമുക്ക് അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ ഓരോന്നും, കയ്പുകാടി കുടിക്കാൻ കൊടുത്തതും, അവൻ്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തതും, അവനെ രക്താംബരം ധരിപ്പിച്ചതും, അവനെ മുൾക്കിരീടം ധരിപ്പിച്ചതും, കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചതും, അവനെ തുപ്പിയതും, അവനെ പരിഹസിച്ചതും ഓരോന്നും ഓർത്തിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവർ ചെയ്തത് ഇന്നത് എന്ന് അറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. അവനെ ശാരീരികമായി പീഡിപ്പിച്ചത് മാത്രമല്ലല്ലോ, മാനസികമായി അതിദയനീയമായി അവനെ അപമാനിച്ചതുമെല്ലാം ഓർത്ത് അവരോടെല്ലാം ക്ഷമിക്കാൻ യേശു പ്രാർത്ഥിക്കുകയാണ്. ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പോലെ ഇത് യേശു ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞു നിർത്തിയ ഒരു പ്രാർത്ഥനയല്ല. പ്രത്യുത പീഡനങ്ങളുടെ മധ്യത്തിൽ അതിവേദന അനുഭവിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരുന്നവയാണ്. കാൽവറി ക്രൂശിലെ ഈ 1-ാം തിരുമൊഴി ക്ഷമയുടെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പകയുടെയും പകരം വീട്ടലിൻ്റെയും ലോകത്ത് ക്ഷമിക്കാനുള്ള ഈ വലിയ പ്രബോധനം. ഈ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കട്ടെ. അർഹതയില്ലാത്തിടത്തേക്കാണ് ക്ഷമ ഒഴുകേണ്ടത്. നാം ഇതുവരെ ധ്യാനിച്ച സംഭവങ്ങളിൽ കാരണക്കാരായ വ്യക്തികൾ ആരും ക്ഷമ അർഹിക്കുന്നവരല്ല. എന്നാൽ അത്തരക്കാരോട് ക്ഷമിക്കാനാണ് കർത്താവ് ഈ നോമ്പ് നാളുകളിൽ നമ്മോട് പറയുന്നത്. ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കുടുംബവും സിസ്റ്റർ റാണി മരിയയുടെ കുടുംബവും കാണിച്ച ക്ഷമയുടെ മാതൃക നമ്മുടെയൊക്കെ കൺമുൻപിൽ തന്നെയുണ്ട്. രണ്ടാമത്, അജ്ഞതയാണ് പലരെയും അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. തിന്മയുടെ കാരണങ്ങൾ മിക്കപ്പോഴും അജ്ഞതയും സ്നേഹമില്ലായ്മയുമാണ്. അജ്ഞതയും സ്നേഹമില്ലായ്മയും ഉണ്ടാകുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേലിയേറ്റമുണ്ടാകും. മലയാറ്റൂർ പള്ളിയിലെ കപ്പ്യാരായിരുന്ന ജോണി 40 വർഷം അവിടെ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്തയാളാണ്. ഫാദർ സേവ്യർ തേലക്കാട്ടിലിനെ
കുത്തിക്കൊന്നുകളഞ്ഞു. കുറ്റബോധം തോന്നിയപ്പോൾ ജോണി തന്നെ ഉടുമുണ്ടിൽ 2 പ്രാവശ്യം തൂങ്ങിച്ചാകാൻ ശ്രമിച്ചു. പലപ്പോഴും അജ്ഞതയാണ് നമ്മുടെ പിണക്കത്തിനും പകയ്ക്കും ഒക്കെ കാരണമായി തീരുന്നത്. അത് നന്നായി അറിയാവുന്ന യേശു മനുഷ്യൻ അതിനികൃഷ്ടമായത് ചെയ്തപ്പോൾ യേശു അതിശ്രേഷ്ഠമായത് പ്രവർത്തിച്ചു. അവരോട് ക്ഷമിക്കാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രസ്ബിറ്റീരിയൻ പാസ്റ്ററായിരുന്ന ജെയിംസ് അലക്സാണ്ടർ ബ്രയനെക്കുറിച്ച് ഒരു സംഭവം വായിച്ചത് ഓർക്കുകയാണ്. ഒരു രാത്രി ഒരു കവർച്ചക്കാരൻ തോക്കുമായി ഈ പാസ്റ്ററുടെ മുമ്പിൽ ചാടി വീണു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ തോക്ക് ചൂണ്ടി കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ വൈദികൻ പറഞ്ഞു, ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ആ വൈദികൻ ആ തോക്കുധാരിയെ അടുത്ത് നിർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരാൾ ഇതാ നിൽക്കുന്നു. സാധുവായ എൻ്റേത് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഉത്തമമായ ഒരു ജീവിതമാർഗം ഇവന് കാണിച്ചു കൊടുക്കണമേ. കർത്താവെ, നീ ഇവനെയും സ്നേഹിക്കുന്നുവെന്ന് ഇവനെ ബോധ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും നിമിഷം അറച്ചു നിന്ന ശേഷം എല്ലാം തിരികെ നൽകി കുറ്റബോധത്തോടെ അയാൾ നടന്നുപോയി. അജ്ഞതയാണ് പലപ്പോഴും ഇത്തരം പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. മൂന്നാമത്, ശരിക്കും ക്ഷമ ലഭിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് എന്നീ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിന് ശരിക്കും ഞാൻ അവരോടെല്ലാം ക്ഷമിച്ചിരിക്കുന്നെന്ന് പറയാമായിരുന്നു. എന്നാൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. യേശു തൻ്റെ ശുശ്രൂഷാകാലത്ത് പറഞ്ഞിട്ടുണ്ട്, പുത്രനെതിരെ ചെയ്യുന്നതെല്ലാം പിതാവിനെതിരെ ചെയ്യുന്നതാണ് എന്ന്. അതായത് നാം മറ്റൊരാൾക്കെതിരെ ചെയ്യുന്നതെല്ലാം ദൈവത്തിനെതിരെയാണ് ചെയ്യുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് നാളുകളിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരോട് ക്ഷമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. ഈ വലിയ നോമ്പുകാലം ക്ഷമയുടെ ഈ ദൈവശാസ്ത്രം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. എളുപ്പമല്ല, എന്നാൽ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. ഒരിക്കൽ എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഞാൻ എൻ്റെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. അത് കേട്ട സ്നേഹിതന്മാരെല്ലാം ഞെട്ടി. ലിങ്കൺ തുടർന്നു, അതെ, ഞാൻ എൻ്റെ ശത്രുക്കളോടെല്ലാം ക്ഷമിച്ച് അവരെ എൻ്റെ സ്നേഹിതരാക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ നോമ്പുകാലം നമുക്ക് നമ്മുടെ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കാം അവരോടെല്ലാം ക്ഷമിക്കുന്നതിലൂടെ. അവരോടെല്ലാം ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ. യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവരൊക്കെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ ഈ ക്ഷമയുടെ ദൈവശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് പ്രായോഗികമാക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.